തുടരും എന്ന് പറയുന്ന മോഹൻലാൽ സിനിമ കണ്ടു. എന്താ പറയുക, ഞാൻ ഈ സിനിമ ഇന്നലെയാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാതെ തന്നെ എൻ്റെ മുഖത്തുണ്ടാകുമായിരുന്നു എനിക്ക് ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള രീതിയിൽ എന്താണ് എൻ്റെ ഒരു ഫീലിങ്സ് എന്നുള്ളത്. ശരിക്കും വളരെയധികം സന്തോഷം തന്നിട്ടുള്ളൊരു സിനിമ. 2.5 മണിക്കൂർ വരുന്ന ഒരു ദൈർഘ്യത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു സിനിമ, ഒരു താരം എന്നുള്ള രീതിയിലും ഒപ്പം തന്നെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലും. തരുൺ മൂർത്തിയുടെ ഒരു ഫാൻ സർവീസാണ് ഈ ഒരു സിനിമ. അത് മോഹൻലാലിൻ്റെ താരമൂല്യത്തെ മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന ഒന്നല്ല. മുണ്ടുടുത്ത മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ളൊരു മോഹൻലാൽ, അയാളുടെ തമാശകളും കുസൃതികളും പ്രണയവും ഒക്കെ നമ്മൾ ആഘോഷമാക്കിയിട്ടുണ്ട്. അയാൾ കരഞ്ഞപ്പോൾ നമ്മൾ കൂടെ കരഞ്ഞിട്ടുണ്ട്. അയാളുടെ പ്രശ്നങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മോഹൻലാലിനെ വളരെ കാലത്തിന് ശേഷം തിരികെ ലഭിക്കുന്നൊരു കാഴ്ചയാണ് ഈ സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പറഞ്ഞ് പഴകിയിട്ടുള്ളൊരു കഥയായിരുന്നിട്ട് കൂടി ഈ ഒരു മോഹൻലാൽ ഫാക്ടറും തരുണിൻ്റെ ഗംഭീര മേക്കിങ്ങുമാണ് ഈ ഒരു സിനിമയെ എൻഗേജിങ് ആക്കുന്നത്. സിനിമ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലൊക്കെ മികച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഷാജികുമാറിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ അസാധ്യ വർക്കാണ്. കാടും ആ ഒരു പശ്ചാത്തലവും ഒക്കെ മനോഹരമായിട്ട് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമുകളും കാണാൻ തന്നെ നല്ല രസമായിരുന്നു. സിനിമ അതിൻ്റെ ആദ്യ പകുതിയിൽ മെയിനായിട്ട് കുറേ ഫാമിലി മൊമെൻറ്റ്സൊക്കെ ആയിട്ട് രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പോയിന്റിൽ വളരെ അനായാസമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റും. പുള്ളി ഫുൾ എനർജിയിലാണ്. റീസെൻ്റ്ലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ട്രോളുകൾ, മൂവി റെഫറൻസുകളൊക്കെ ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് തമാശ എന്നുള്ള രീതിയിൽ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് മോഹൻലാൽ ഇതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സമ്മതിച്ചതെന്ന് തോന്നിപ്പോവും. പിന്നീട് സിനിമയിലൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ജെയ്ക്സ് ബിജയോട് ഒരു കത്തിക്കലുണ്ട്. അദ്ദേഹം ഈ ഫാമിലി പോർഷൻസിലായാലും ഇപ്പോൾ ഈ കൺമണി പൂവ് എന്ന് പറയുന്ന പാട്ടൊക്കെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജോണർ ഷിഫ്റ്റിന് ശേഷം പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. പടത്തിനെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ കൈയടിക്കാനുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയുക. ഞാൻ അതൊന്നും സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രകടനത്തിൽ മോഹൻലാൽ കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന പുതുമുഖ നടനാണ്. കട്ട വില്ലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വില്ലനിസം. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ. ശോഭനയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി മോഹൻലാലുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ നന്നായിരുന്നു. ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള തോമസ് മാത്യു, അതേപോലെ തന്നെ ബിനു പപ്പ് തുടങ്ങിയവരൊക്കെ നന്നായിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഹൻലാൽ ആരാധകൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിലുമൊക്കെ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ് തുടരും. റീസെൻ്റ്ലി മോഹൻലാലിൻ്റേതായിട്ട് വന്നിട്ടുള്ള നല്ലൊരു സിനിമ. പക്ഷേ ഒരു ഓൾ ടൈം ബെസ്റ്റ് നിലയിലേക്കൊന്നും നമുക്ക് ചേർക്കാൻ കഴിയില്ല. കാരണം കഥാപരമായിട്ടുള്ള പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ ദൃശ്യമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് കണ്ടു. അത് അവരുടെ അഭിപ്രായം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ചുകൊണ്ട് ഈ സിനിമയെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതങ്ങനെ വലിയ ടെസ്റ്റുകളൊന്നുള്ള തരത്തിലുള്ള ഒരു സിനിമയല്ല. എങ്കിൽ കൂടി ഒരു മോഹൻലാലിനെ നമുക്കൊരു ഫുൾ ഫോമിൽ കാണാൻ സാധിക്കുന്ന, ഫുൾ എനർജിയിൽ കാണാൻ സാധിക്കുന്ന, നമുക്ക് സന്തോഷത്തോടെ തിയേറ്റർ വിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് തുടരും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും തീർച്ചയായിട്ടും സിനിമ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക.